എൻ്റെ കരച്ചിലെ നാടകീയതയാണ്. എനിക്കും പറയാനുണ്ടോ കൂടുതൽ? എനിക്കും ഉണ്ട് പറയാൻ ഇനിയും. മനസ്സിലായോ? എനിക്കും ഉണ്ട് പറയാൻ. തന്നെ പറഞ്ഞ എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്നല്ലേ? കൊള്ളാം. അങ്ങനെ വീണ്ടും രേണുസുതിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാം, ഈ രേണുച്യുതിയെ പോലുള്ള വൃത്തികെട്ട കോണ്ടന്റുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ചാനലല്ല ഇത്. ഇവിടെ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്. അതുകൂടാതെ പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രേണുച്യുതിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് പോവുക. കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യം കാണില്ല. പിന്നെ വെറുതെ വന്ന് മൊന്നെ നിർത്തിക്കുഴേടാ, എന്തിനാടാ ആ സ്ത്രീയെ എന്ന് പറഞ്ഞുള്ള കമൻ്റ് എഴുതി നിങ്ങളുടെ സമയം, വിലയേറിയ സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ ഞാൻ ഈ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്നതും സ്പീഡിലാണ്. അതിലൊക്കെ 100 ഇരട്ടി സ്പീഡിലാണ് നമ്മുടെ രേണുച്യുതി, നമ്മുടെ എന്ന് പറയുന്നില്ല, ആരുടെയൊക്കെയോ രേണുച്യുതി കുത്തിയിരുന്ന് ഇപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കെടുത്ത് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്കറിയാലോ. രേണുച്യുതിക്കെതിരെ കിച്ചു, സുധിയുടെ മൂത്ത പുത്രൻ, ചില ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നു. അതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് രേണുച്യുതിക്ക് ശരീരം മൊത്തം ചൊറിച്ചില്ല, ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. രേണുച്യുതിയും കുടുംബം ഇങ്ങനെ അങ്ങോട്ട് ചൊറിഞ്ഞു മാന്തി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ വരുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ നമ്മൾ വെകിളി പിടിച്ച് നടക്കുമല്ലോ. നമ്മളെല്ലാവരും അങ്ങനെ ആണല്ലോ. ഇപ്പം രേണുസുതി ഇപ്പം അങ്ങനെ വെകിളി പിടിച്ച് നടക്കുക. ദുബായിൽ ഇരുന്നു കൊണ്ട് തുരുതുരാ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ആരെയൊക്കെയോ ഒന്ന് കുത്തിയേക്കാം എന്ന രീതിയിൽ ചില ഡാൻസ് ഒക്കെ കളിച്ച് വീഡിയോയും ഇടുന്നുണ്ട്. ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണെങ്കിലും എഴുതി വെക്കുന്നത് വേറെയാണേ. ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എഴുതി വെക്കും, എന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് പിന്നെ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കും. ആ കരച്ചിൽ കാണുമ്പോഴേ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവും ഉഡായിപ്പാണെന്ന്. രേണുച്യുതി, നിങ്ങളെ താങ്ങി നടക്കുന്ന ചില ആളുകളുടെ വീഡിയോ എങ്കിലും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഉണ്ട്, പ്രിയപ്പെട്ടവരെ, ഉണ്ട്. ചേച്ചി കാണുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് രേണുച്യുതിയെ താങ്ങുന്ന ചില ആളുകളുടെ വീഡിയോ രേണുസുതി എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ഒക്കെ ചെയ്ത് വിടുന്നത്. സ്റ്റോറിയിലെ യൂട്യൂബിൻ്റെ ലിങ്കൊക്കെ കൊടുത്ത് അങ്ങോട്ട് വിടും. കാണ് കാണ് കാണ്, നിങ്ങൾ ഇതും കൂടെ ഒന്ന് കാണ്, ആ ഒരു മൂഡിൽ. പക്ഷേ ആ വീഡിയോയുടെയൊക്കെ കമൻറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നാട്ടുകാർ പൊട്ടന്മാരല്ല, നാട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. രേണുസുതിയെ സപ്പോർട്ട് ചെയ്ത് റിയാക്ട് ചെയ്യുന്ന ചില ആളുകൾക്ക് വിവരം ഇല്ലെങ്കിലും അതിൻ്റെ അടിയിൽ ആ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല വിവരം ഉണ്ടെന്ന് കമൻറ്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടേ. പിന്നെ ഈ രേണുസുതിയെ കണ്ണു അടച്ച് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരുണ്ടല്ലോ, ഈ രേണുസുതിയുടെ തെളിവ് മേടിച്ചിട്ട് 1-2 സ്ക്രീൻഷോട്ടൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് മറ്റേ വലിയ രീതിയിൽ കാണിച്ചിട്ട് അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറയുന്നതിന് മുമ്പേ ഒന്ന് ആലോചിക്കുക, ഈ തന്ന സ്ക്രീൻഷോട്ടിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ജനങ്ങൾക്ക് മനസ്സിലാവാനുള്ള കാര്യങ്ങളുണ്ടോ എന്ന്. അല്ലാതെ വന്നിരുന്നിട്ട് ദേ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ആ പരിപാടി കൊണ്ട് ഇറങ്ങുമ്പോൾ നല്ല തന്തയ്ക്കുവിളി കിട്ടും. അല്ല, അത് ചില ആളുകൾക്ക് കിട്ടുന്നുണ്ടേ. പോകാം, അതിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് രേണുസുതിയുടെ ഒരു വീഡിയോ ഇന്നലെ പാതിരാത്രിയും കണ്ടായപ്പോൾ ഇട്ടതാ. അതിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ദാ ഇത് കേട്ടോ. കുത്തിയിരിപ്പുണ്ട് ചേച്ചി. ആരൊക്കെയാണ് ചേച്ചിക്കെതിരെ സംസാരിക്കുന്നതെന്ന് നോക്കി. ഇപ്പൊ ഫിറോസ് KHDC, മറ്റേ പഴയ വീട് വെച്ചു കൊടുത്ത ആ ഇക്ക ഉണ്ടല്ലോ, പുള്ളി എന്തോ ഫേസ്ബുക്കിൽ എങ്ങാണ്ടൊരു പോസ്റ്റ് ഇട്ടു. അതും പൊക്കി പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് രേണുസുതി, കേക്ക് എന്നിട്ട് ബാക്കി. പിന്നെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കമൻറ്റ് ബോക്സിൽ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിലും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ രേണു ചേച്ചി പറയുന്ന കേട്ടോ. അടുത്തത് ഫിറോസ് KHDC ഇറങ്ങിയിട്ടുണ്ട് പുതിയ പോസ്റ്റുമായിട്ട്. താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് തന്റെ പേര് ഞാൻ വിട്ടത്. താൻ വീണ്ടും തുടങ്ങുവാണെങ്കിൽ ഞാൻ തന്റെ പേരിൽ ഇനിയും ഞാൻ മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞു തന്റെ അടുത്ത് വീട് തരാൻ പിള്ളേർക്ക്. എന്തോന്നാ ചേച്ചി മണിക്ക് ആ പാട്ടൊക്കെ ഓഫ് ചെയ്ത് വെക്ക്. കോള് വരുന്നതാണോ? ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ്
ചേച്ചിയെ പോലുള്ള വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ഒന്ന് ഫോൺ സൈലന്റ് ചെയ്യണ്ടായോ ചേച്ചി? പിന്നെ ഫിറോസ് KHDCക്കെതിരെ അങ്ങ് സംസാരിക്കേ. എന്തായാലും സ്വന്തം മോൻ നിങ്ങൾക്കെതിരെ വന്ന് സംസാരിച്ചു. അവൻ ചോദിച്ച ചോദ്യങ്ങൾ, അവൻ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ നിങ്ങൾക്കൊരു മറുപടിയില്ല. ഇനിയിപ്പോ നിങ്ങൾക്കെതിരെ നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളെ സഹായിച്ച ആളുകൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറയുകയാണെങ്കിൽ, കണ്ടോ ആ സ്ത്രീ, ഇതേ നമ്മൾ പണ്ടേ പറഞ്ഞതല്ലേ, അവൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കെതിരെ സംസാരിക്കാൻ ചുള്ളിച്ചാടി ഇറങ്ങി. എന്നാൽ സ്വന്തം മോനെന്ന് പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെയല്ല, എന്നിരുന്നാൽ കൂടി മോനെ പോലെ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടു കാണുമായിരിക്കുമല്ലോ എന്നാണല്ലോ രേണുസുതി പറയുന്നേ. ആ ചെറുക്കം വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? മറ്റേ ഇത് മാത്രം പൊക്കി പിടിച്ചോണ്ട് വരുന്നുണ്ട് കുറെ. രേണുസുതി മാത്രമല്ല, രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകൾ പൊക്കി പിടിച്ചോണ്ട് വരുന്നത് മറ്റേ 5 സ്റ്റാർ ഹോട്ടലിലെ കേസാണ്. എന്നാ ആ ചെറുക്കം പറഞ്ഞ ബാക്കി കാര്യങ്ങൾ, ഈ സ്ത്രീയും ഈ സ്ത്രീയുടെ കുടുംബവും സുതിയെ ഊറ്റി ജീവിച്ച കാര്യം, ആ ചെറുക്കനെ സ്വന്തം അച്ഛൻ്റെ കൂടെ പണിക്ക് വിടാതിരുന്ന, പണിക്കെന്നല്ല പുള്ളി ജോലിക്ക് പോയപ്പോൾ കൂടെ മകനെ കൊണ്ടുപോകാൻ, ഷോയ്ക്കൊക്കെ കൊണ്ടുപോകാൻ സമ്മതിക്കാതിരുന്നതിനെ പറ്റി ആ പയ്യൻ പറഞ്ഞു. ഇതിനെപ്പറ്റി ഒന്നും ഒരക്ഷരം രേണുസുതിക്ക് മിണ്ടാനില്ല. എന്താ രേണുസുതി അതിനെപ്പറ്റി ഒന്നും മിണ്ടാത്തേ? അറിയാൻ പാടില്ല ഏട്ടാ. ഇനി വീട് വെച്ചത് കേക്ക് നിങ്ങൾ വീട് കൊടുക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രശ്നങ്ങളാണ്. എൻ്റെ കരച്ചിലെ നാടകീയതയാണ്. എനിക്കും പറയാനുണ്ടോ കൂടുതൽ? എനിക്കും ഉണ്ട് പറയാൻ ഇനിയും. മനസ്സിലായോ? എനിക്കും ഉണ്ട് പറയാൻ. തന്നെ പറഞ്ഞാൽ എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്നല്ലേ? കൊള്ളാം. എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്ന് താൻ പറഞ്ഞല്ലോ. ഇനി എൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാ എനിക്കറിയാം ബാക്കി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന്. തന്നോട് മാത്രമുള്ള വാണിംഗ് ആണിത്, ഫിറോസ് KHDCയോട്. തന്നോട് ഒന്നിനും ഞാൻ വരുന്നില്ല. താൻ എൻ്റെ പേരിലും ഇനി സംസാരിക്കണ്ട, കേട്ടല്ലോ? ഫിറോസ് KHDC ലാസ്റ്റ് വാണിംഗ് തന്ന് ആരുടെയൊക്കെയോ പ്രിയങ്കരിയായ രേണുസുതി സൂക്ഷിച്ചോ. ചെറിയ ഐറ്റം ഒന്നും അല്ല, അങ്ങ് തരും പണി. മനസ്സിലായോ ഫിറോസ് KHDC? ഒന്ന് പേടിച്ചോ ഫിറോസിക്ക, എന്തെങ്കിലുമൊക്കെ ചെയ്യും ചിലപ്പം രേണുസുതി ചേച്ചി. കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തുന്നതൊക്കെ കേട്ടല്ലോ, ഞാനങ്ങ് തീർന്നു കളയും. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ആലോചിക്കുക. ആരെങ്കിലും കൊണ്ട് കേസ് കൊടുത്ത അല്ലെങ്കിൽ ഇതൊക്കെ പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ പെട്ടുപോകും ചേച്ചി. ഭീഷണി, അതും സ്വന്തം മറ്റേ തീർന്നേക്കുമെന്നൊക്കെ. ചെറിയ കാര്യമല്ലേ അത്? അതൊക്കെ ആരെങ്കിലുമൊക്കെ ഈ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്താൽ കൊള്ളാമായിരിക്കും. ചേച്ചിക്ക് മാനേജറൊക്കെ ഇല്ലേ? മാനേജർ ചേച്ചി പറഞ്ഞു കൊടുക്ക് രേണുസുതിക്ക്. മണ്ടത്രമൊന്നും വിളിച്ച് കൂവാന്ന്, എന്തും അങ്ങ് വിളിച്ചു കൂവാമെന്നും വിചാരിച്ചിരിക്കുക വീഡിയോയ്ക്കകത്തൂടെ. ചെറിയ കാര്യമൊന്നും അല്ലേ പറയുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. രേണുവിനോട് മാത്രമല്ല എല്ലാവരോടും കൂടെയാ, എന്നോടും കൂടെയാ. ദൈവമേ. അപ്പൊ ഇനി രേണുസുതിയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്ന ശീതള ഏതോ ഒരെണ്ണം രേണുസുതി മറ്റേ ഷെയർ ചെയ്തിട്ടുണ്ട് സ്റ്റോറിയിൽ. അതുകൊണ്ട് മാത്രം ഞാൻ കണ്ടതാ ഇവരെയൊക്കെ. ഇല്ലെങ്കിൽ നമ്മൾ കാണാറൊന്നും ഇല്ലേ. ഇതൊക്കെ ഏതാന്ന് പോലും മനസ്സിലാവുന്നില്ല. 1-2 സ്ക്രീൻഷോട്ടും ഒക്കെ പൊക്കിയെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കാണും നിങ്ങൾ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഇന്ന് ഉച്ചയ്ക്ക് എനിക്കൊരു സ്ക്രീൻഷോട്ട് കിട്ടാനായിട്ട് ഇടയിൽ തീർന്നു. സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. അതായത് നമ്മുടെ കിച്ചുവിൻ്റെ ബാങ്ക് അക്കൗണ്ടും കൂടാതെ ഗൂഗിൾ പേ നമ്പറെല്ലാം വച്ചിട്ട് ക്യാഷ് ഇടാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ ക്യാഷ് ഇടുക എന്ന് പറഞ്ഞിട്ടാണ് ഒരു കമൻറ്റ്. ആളുടെ ചാനലിൽ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി വിട്ട കേസാണ്. ആ ഒരു വ്യക്തിയുടെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി. കാരണം എൻ്റെ അറിവിൽ ഞാൻ 2 ദിവസമാണ് രേണുസുതിയുമായിട്ട് ഞാൻ നേരിട്ട് കണ്ട് ഞാൻ സംസാരിച്ച് നമ്മൾ ഒത്തുകൂടേണ്ട. ഈ 2 ദിവസവും രേണു നമ്മുടെ കിച്ചുവിന് ക്യാഷ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേയിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, രേണു തന്നെ ഓൾറെഡി ഇതിന് മുന്നേ വന്ന ഒരു ലൈവിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീതു എൻ്റെ ഫ്രണ്ട് അല്ല എന്നുള്ളത്. അത് വാസ്തവമാണ്. കാരണം ഞാനും അവളും തമ്മിൽ വേറെ റിലേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു ഷൂട്ടിൻ്റെ ഇടയിൽ നമ്മൾ കണ്ട് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ 2 ദിവസവും ഈ ഒരു ക്യാഷ് ഇട്ട് കൊടുത്ത് കാരണം അവൻ്റെ ചിലവിന് വേണ്ടി ക്യാഷ് ഇട്ട് കൊടുത്ത് ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു. അപ്പോൾ ഇവന്റെ ഈ ഒരു പോസ്റ്റ് മീൻസ് ഓക്കെ, രേണുവിന്റെ ചെലവിന് കിച്ചുവിന്റെ ചെലവിന് രേണു പൈസ ഇട്ട് കൊടുത്തു, അത് ഞാൻ കണ്ടു എന്നൊക്കെയാണ് ഈ ചേച്ചി പറയുന്നത്. നമുക്കറിയത്തില്ല, അത് അവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് ചേച്ചി നിങ്ങൾ തുടക്കത്തിൽ കാണിച്ചത് മറ്റേ കട്ടിങ്, അത് കമൻ്റ് അല്ല ചേച്ചി, അതിന് പോസ്റ്റ് എന്ന് പറയും. ഇടയ്ക്ക് മാറിപ്പോകുന്നുണ്ട്, പിന്നെ തെറ്റുകളൊക്കെ ആർക്കും പറ്റും, അത്രേ ഉള്ളൂ. അപ്പം ആ പോസ്റ്റ് ഞാൻ വേണമെങ്കിൽ ചിലപ്പോൾ ബ്ലർ ചെയ്തായിരിക്കും കേട്ടോ കാണിക്കുന്നത്. ചുമ്മാ അതൊന്നും എടുത്ത് യൂട്യൂബിൽ കാണിക്കാൻ പറ്റത്തില്ല. ഒരു ചെറുക്കൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും ഒക്കെയാണ്. ചേച്ചിക്ക് അത്ര ബോധം ഇല്ലെന്ന് തോന്നുന്നു. അതൊക്കെ പണിയാവും ചേച്ചി, മാറ്റിയിട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എവിടെയോ പോസ്റ്റ് കണ്ടിട്ടുണ്ട്, കിച്ചുവിൻ്റെ പേരിൽ ആരൊക്കെയോ കാശ് മേടിക്കാൻ ഇറങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയാൻ പാടില്ല, ഞാനെങ്ങും കണ്ടില്ല. കുറേ പോയി തപ്പി.
എവിടുന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതാണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇതിന്റെ ഒരു സത്യാവസ്ഥ, ആരെങ്കിലും കിച്ചുവിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ പൈസയൊക്കെ മേടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പണിയാവും. അത് ആരാണെങ്കിലും, മനസ്സിലായോ? കിച്ചുവും ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെക്കുക. നിന്റെ പേരും നിന്റെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ കൊടുത്തിട്ട് ഇത് ആരുടെ കെയർ ഓഫിൽ എന്തിന് നമുക്കറിയത്തില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെമ്മാടിത്തരമാണ്. മനസ്സിലായില്ലേ? നല്ല 2 കാലിലും 2 കൈയും നാവും തലയൊക്കെ ഉണ്ടല്ലോ മോന്. ഈ മോൻ്റെ പേരും പറഞ്ഞ ആരും കാശ് പിടിക്കാനൊന്നും നിൽക്കണ്ട. അവൻ പണിയെടുത്ത് ജീവിച്ചോളും. അത് ആരാണ് ചെയ്തതെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ചെയ്ത ആൾക്കാരെ നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് അവരെ അങ്ങോട്ട് കല്ലെറിയാൻ പറ്റത്തില്ല. ചുമ്മാ ഏതവനാണ് അതൊന്നും പറഞ്ഞ് കിച്ചുവിൻ്റെ ശ്രദ്ധയിൽ അതൊന്ന് പെടുകയാണെങ്കിൽ ആ പോസ്റ്റ് റിമൂവ് ചെയ്യിപ്പിക്കുക, നീ അറിഞ്ഞോണ്ടല്ല എങ്കിൽ. കാരണം അത് തെമ്മാടിത്തരം തന്നെയാണ്. ഓക്കെ, ഇവർ ആ പോസ്റ്റിൻ്റെ പറഞ്ഞത് മാത്രം ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളേ. എന്ന് വെച്ചിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, കിച്ചുവിനെ കല്ലെറിയുന്നു, അങ്ങനല്ല. ബോധമുള്ളവർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവും. അല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോഴേ അങ്ങോട്ട് ചൊറിച്ചിൽ തുടങ്ങും. ബാക്കി കേൾക്കാം കുഞ്ഞാട് പറയുന്നത്. ഇവൻ്റെ അല്ല, ഇതിന് വേണ്ടിയിട്ട് ക്യാഷ് വേണമെന്ന് പറഞ്ഞ് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും രേണുവിൻ്റെ അടുത്ത് വിളിച്ചത് സംസാരിക്കണം, അത് ക്ലിയർ ചെയ്യണമല്ലോ. അങ്ങനെ കിച്ചുവിൻ്റെ കാര്യം നോക്കുന്നില്ല, അല്ലെങ്കിൽ കിച്ചുവിന് ചിലവിന് കൊടുക്കുന്നില്ലെങ്കിൽ അത് എനിക്കത് ചോദിക്കണം തോന്നി. ഞാൻ രേണുവിനെ അതിനുശേഷം വേറെ ഫോൺ വിളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഇതിനെ അറിയാം, എൻ്റെ വീഡിയോസ് ആയാലും രേണു പറയുന്ന വീഡിയോസ് ആയാലും. പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ രേണുവിനെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കിച്ചു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, കിച്ചുവിൻ്റെ എല്ലാ ചിലവിനുമുള്ള ക്യാഷ് രേണു കൊടുക്കുന്നുണ്ട്. പലരും വന്ന് പല കമൻസ് ആണ് ഇടുന്നത്, അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇവളെന്താ 3-4 അമ്മയല്ലേ, അല്ലെങ്കിൽ ഇവളെ ചിലവിന് കൊടുക്കുന്നില്ല, ആ കൊച്ചിനെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കാം. ആ സ്ക്രീൻഷോട്ടിൽ ഞാൻ എമൗണ്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻഷോട്ട് പറയാം, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം, പൊന്നു പെങ്ങളെ, ഇവിടെ കിച്ചുവിന് രേണു കാശ് കൊടുത്തോ ഇല്ലയോ അതല്ല പ്രശ്നം. അതാദ്യമേ ചേച്ചി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഡീവിയേറ്റ് ചെയ്ത് വിടാതെ മാനുപ്പുലേറ്റ് ചെയ്ത് വിടാതെ. ബസ് നേർ റൂട്ട് കൂടെ പൊക്കോണ്ടിരിക്കുന്നത്, അങ്ങോട്ട് കാട്ടിനകത്തോട്ട് കയറ്റി വിടാതെ ബസ്സിനെ, കേട്ടാ? ആ പരിപാടിയും കൊണ്ട് ഇറങ്ങാതെ. രേണുവായിട്ട് എനിക്കൊരു ബന്ധമില്ല, രേണു വിളിക്കാറില്ല, ജസ്റ്റ് ഇതിന്റെ കാര്യം മാത്രം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ രേണുവായിട്ടൊരു ബന്ധമില്ല. ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെന്തിനാ വന്നിരുന്ന് വെളുപ്പിക്കാൻ നോക്കുന്നേ? പക്കാ വെളുപ്പീര്. രേണു പൈസ കൊടുത്തെന്ന് തെളിയിക്കണം. പൊന്നു ചേച്ചി, അവര് കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ കാശ് കൊടുത്തെന്നും പറഞ്ഞ് സ്നേഹമാണോ അത്? കാശാണോ സ്നേഹം? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. കാശാണെന്ന് തോന്നുന്നില്ല സ്നേഹം. കാശ് അവനും വേണമെങ്കിൽ ഉണ്ടാക്കാം. അവനിപ്പോൾ യൂട്യൂബ് വീഡിയോ ഇടുന്നുണ്ട്, അവനെ അടുത്തുനിന്ന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പം ഇവൻ ഈ കോൺട്രവേഴ്സിയുടെ പേരും പറഞ്ഞ് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അത്യാവശ്യം അടുത്ത മാസത്തേക്ക് അവന് പൈസ കയറും. മനസ്സിലായോ? അവനൊരു കാറും ഒക്കെ എടുത്തില്ലേ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം തോന്നുന്നു അവനതൊക്കെ ചെയ്തത്. അതുകൊണ്ട് കാശൊക്കെ അവനും ഉണ്ടാക്കാൻ പറ്റും. അതല്ല വിഷയം. ചേച്ചി വിഷയത്തിൽ നിന്ന് തന്നെ മാറി പോവാതെ. നിങ്ങൾക്ക് തോന്നുന്നില്ല ഈ ചേച്ചിയുടെ ഡയലോഗ് അടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല? എനിക്ക് തോന്നുന്നുണ്ട്, വൃത്തിക്ക് തോന്നുന്നുണ്ട്. ഡീവിയേറ്റ് ചെയ്ത് വിടുക, റൂട്ട് മാറ്റി വിടുക. ജനങ്ങൾ മണ്ടന്മാരല്ല. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് സപ്പോർട്ട് ചെയ്യും. ഇനി സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചേക്കുന്ന സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് കണ്ടോണേ, എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. അതായത് നമ്മുടെ കിച്ചുവിൻ്റെ അക്കൗണ്ടിലോട്ട് രേണു ഇട്ട് കൊടുത്ത ക്യാഷാണ്. ആ എമൗണ്ട് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, രേണു തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, എടാ ഈ ഒരു എമൗണ്ട് പുറത്ത് വരണ്ട. കാരണം അത്രയ്ക്ക് ചീപ്പ് അവൻ രേണുവിന് താല്പര്യമില്ല. കിച്ചു വന്ന് ഇത്രയും ഡയലോഗ് അടിച്ച് കിച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതും തന്നില്ല. ഞാൻ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് നമ്മൾ ചോദിച്ച് മേടിച്ചൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് വെക്കുന്നുണ്ട്, നിങ്ങളത് നോക്കുക, കണ്ടു നോക്കാം. അതായത് ഈ മാർച്ച് മാസത്തെ കണക്കാണ്. ലാസ്റ്റ് ആയിട്ട് 24-ാം തീയതി രേണുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും കിച്ചുവിൻ്റെ അക്കൗണ്ടിലോട്ട് ക്യാഷ് പോയിട്ടുണ്ട്. 24-ാം തീയതി, 20-ാം തീയതി, 18-ാം തീയതി, 17-ാം തീയതി, 14-ാം തീയതി, 5-ാം തീയതി ഇങ്ങനെ ക്യാഷ് പോകുന്നുണ്ട് കിച്ചുവിൻ്റെ അക്കൗണ്ടിൽ. കിച്ചുവിന് ചിലവിന് വേണമെന്ന് പറയുമ്പോൾ ക്യാഷ് പോകുന്നുണ്ട്. എങ്ങനെ കാശ് പോകുന്നുണ്ട്? 24-ാം തീയതി, 25-ാം തീയതി, 28-ാം തീയതി, 10-ാം തീയതി, 15-ാം തീയതി, ചുമ്മാ പറഞ്ഞ ഡേറ്റുകളാണ്. കറക്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു തരാം. 5-ാം തീയതി 2 പ്രാവശ്യം പോയിട്ടുണ്ട്. 14-ാം തീയതി, 17, 18, 20, 24 ഇങ്ങനെ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു സ്ക്രീൻഷോട്ടും കാണിച്ചിട്ടുണ്ട്. ചേച്ചി, സംശയം ഇത്രേ ഉള്ളൂ. പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്നും പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. താഴെ കുറേ ഡേറ്റും ഉണ്ട്, യൂസ് സെൻഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആരാർക്കയച്ചു? നിങ്ങൾ പറയുന്ന ജനങ്ങൾ അങ്ങ് വിഴുങ്ങണോ? ഇത് കിച്ചുവിന് രേണു കൊടുത്തതാണെന്ന് എന്താണ് തെളിവ്?
ഈ ഒരു പേരും നാളും ഒന്നുമില്ലാതെ ജസ്റ്റ് യൂസ് ആൻഡ് ഹിസ്റ്ററി ഇതും കണ്ടിട്ട് കുറച്ച് ഡേറ്റ്സും കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങ് കണ്ടും പൂട്ടി അങ്ങ് വിശ്വസിക്കണോ രേണു കിച്ചുവിന് കൊടുത്തതാണെന്ന്? അല്ല, കിച്ചുവിന് കൊടുത്തെങ്കിൽ തന്നെ ഓക്കെ, അതിനകത്ത് ഇപ്പം എന്താ? അവർ കൊടുക്കട്ടെ, അവർ അധ്വാനിക്കുന്നുണ്ട്, അവരുടെ ഭർത്താവിൻ്റെ ആദ്യത്തെ മോൻ അവർ കാശ് കൊടുത്തു, അതിനകത്ത് ഇപ്പം കിച്ചുവിന് രേണു പൈസ കൊടുക്കുന്നില്ല എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല പൊന്നാര ചേച്ചി. പിന്നെ വന്നിരുന്നിട്ട് ഈ വെളുപ്പിക്കാൻ വേണ്ടി ഈ സാധനം തള്ളിപ്പിടിച്ചിരിക്കേണ്ട കാര്യം എന്താ? അതാ എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് ചോദിക്കണ്ടേ ഈ ചാനം? ഈ ചാനത്തിനോട് നിങ്ങൾക്ക് ചോദിക്കണ്ടേ ആ ചോദ്യം? ഒന്ന് കമന്റ് ബോക്സിൽ ചോദിക്കും ഈ ചാനത്തിനോട്. ഈ ചാനൽ എന്തുവായിരുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പേയ്മെന്റ് ഹിസ്റ്ററി യൂസ് എൻഡ് ഡേറ്റും ഉണ്ട്. എന്തിന്? അത് പോട്ടെ, കൊടുത്ത് രേണു കൊടുത്ത്. പക്ഷെ ഇവിടെ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നേ ഇല്ല കിച്ചു പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്ക് ചേച്ചി. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ചേച്ചി, കിച്ചു പറഞ്ഞ കാര്യങ്ങൾക്ക് അതിനെ നിങ്ങൾ ആ പറഞ്ഞ കാര്യം അത് കള്ളത്തരമാണെന്നല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് രേണുവിനെ എടുത്ത് തല വെക്കണമെങ്കിൽ നിങ്ങളുടെ രേണു പോലും മിണ്ടുന്നില്ല അതിനെതിരെ. അപ്പൊ നിങ്ങൾ വന്നിട്ട് അതിനെ വെളുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചേച്ചി ആട്ടും തുപ്പും മാത്രമേ നാട്ടുകാരുടെ നിന്ന് കിട്ടത്തുള്ളൂ. കാരണം നാട്ടുകാർ പൊട്ടന്മാരല്ല. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ വേറൊരു സാധനം കാണിച്ചു തരാമേ. രേണു കുറച്ച് മുമ്പൊക്കെ ഇട്ടതാണ്. നിങ്ങൾ രാവിലെ ആയിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. ഞാൻ പാതിരാത്രി ഇരുന്ന് എടുക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് രേണു ഇട്ടൊരു വീഡിയോ ആണ്. ഒരു ഡാൻസ് ആണ്. ആ ഡാൻസ് അല്ല പ്രധാനം, അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. കണ്ട, ഇങ്ങനെ ആട്ടി ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൻ്റെ അടി എഴുതി വെച്ചേക്കുന്നത് വിവാദം ഡൗൺ ആക്കും, 10 പേര് മതി എനിക്ക് ഓക്കെ ആക്കാൻ, എഗെയിൻ ഹാപ്പി, ഷഫീന ബീവി പോയി പണി നോക്കടി. ഷഫീന ബീവിക്കിട്ടുള്ള പോയി പണി നോക്കടി ഉണ്ട് അവിടെ. പക്ഷെ അതിന് മുമ്പ് എഴുതി വെച്ചേക്കുന്നത് വിവാദം ഡൗൺ ആക്കും, 10 പേര് മതിയെന്ന്. മനസ്സിലായോ? വെല്ലുവിളിയാണ് അവർക്ക് 10 പേര് മതി, അവരെ സപ്പോർട്ട് ചെയ്ത 10 പേര് മതി, വിവാദമൊക്കെ ഞാനങ്ങ് ഇല്ലാതെയാക്കും. എന്നിട്ട് കേരളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ അടുത്ത് ഇനാഗുറേഷനോ അവിടെ ഇവിടെ ഏതെങ്കിലും ഷോർട്ട് ഫിലിമിനോ പോയിട്ട് അവിടെ കിടന്നുകൊണ്ട് തിളയ്ക്കും അങ്ങോട്ട്. ഈ തിളപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ക്യാമറയും കൊണ്ട് ചേട്ടന്മാർ ചെല്ലും. അപ്പം 2-3 ഡയലോഗും അടിക്കും. കുറെ പേര് അതിൽ വീഴും, പിന്നെയും പൊക്കിയെടുത്ത് തലയെ വെക്കും. ചേച്ചിക്ക് അറിയാം ഇത്. അതാണ് നല്ല വൃത്തിക്ക് അഹങ്കാരം എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ. അയ്യോ, ഇങ്ങനെ അഹങ്കാരമുള്ളൊരു ഐറ്റോ പച്ചയ്ക്ക് പറഞ്ഞു കളഞ്ഞു. 10 പേര് മതി, ഞാനിതൊക്കെ മുക്കിക്കളയും. അപ്പോഴും ആ സ്ത്രീ അവർക്കെതിരെ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഒരക്ഷരം ആ സ്ത്രീ മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവർക്കത് പറയാലോ. അവരെന്തെങ്കിലും മിണ്ടിയോ? എല്ലാം പോട്ടെ, ഇതിനു മുമ്പ് അവർ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കെതിരെ എന്ത് നെഗറ്റീവ് വന്നാലും ഞാനത് മൈൻഡ് ചെയ്യത്തില്ല എന്ന്. പിന്നെ എന്തിനാ ഇപ്പൊ ഇത് മൈൻഡ് ചെയ്യുന്നത്? അല്ല, കിച്ചു പറഞ്ഞതും അല്ല അവർ മൈൻഡ് ചെയ്യുന്നത്. അവർക്കെതിരെ റിയാക്ഷൻ ചാനലുകാർ സംസാരിച്ചപ്പോൾ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ എടുത്തു വെച്ച് ചോദ്യങ്ങൾ ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ചോദിച്ചപ്പോൾ രേണുവിന് പൊള്ളി. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ചൊറിച്ചിൽ അത്രേ ഉള്ളൂ. രേണുസുതി ഈ കാണിച്ച് വെച്ചേക്കുന്നതിനകത്തുനിന്ന് പെട്ടെന്ന് അങ്ങ് ഊരി പോകാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഓക്കെ, നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്കെതിരെ ഇനി ആളുകൾ വന്നുകൊണ്ടിരിക്കും. കിച്ചു മിക്കവാറും ഇനി അടുത്തൊരു വീഡിയോ കൂടെ ചെയ്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തീർന്ന്. അവനെ ആരൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്ത് ഇറക്കിയതാണെന്ന്. അവൻ്റെ ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വന്ന് പറഞ്ഞതിനകത്ത് എന്ത് മാനിപ്പുലേഷനാ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. നാട്ടുകാരെ മണ്ടന്മാരാക്കാൻ നോക്കേണ്ട രേണുസുതി. നാട്ടുകാർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഓടി നിങ്ങൾ. പക്ഷേ നമ്മുടെയൊക്കെ വീഡിയോ അടിയിൽ വരുന്ന കമന്റുകൾ രേണു നിങ്ങളത് കേൾക്കണം, നിങ്ങളത് അറിയണം. ജനങ്ങൾ മണ്ടന്മാരല്ലെന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ വരെ പറയുന്നുണ്ട് ഇവിടെ. ഇതാ ഈ കമന്റ് ഒന്ന് കണ്ടോ. രേണു എല്ലാവരെയും വെല്ലുവിളിച്ചു മുന്നോട്ട് പോകുന്ന ആളല്ലേ, ഇതിലും 1,00,000 ഇരട്ടി വന്നാലും രേണുവിന്റെ രോമത്തിൽ തൊടില്ല എന്നല്ലേ രേണു പറയുക. മകൻ പറഞ്ഞത് ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകട്ടെ. അതല്ലേ ചെയ്യേണ്ടത്. രേണു തന്നെ പല 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 സ്ഥലങ്ങളിൽ വെച്ച് പറഞ്ഞതാ മൈൻഡ് ചെയ്യത്തില്ലെന്ന്. പിന്നെന്തിനാ ഇപ്പൊ മൈൻഡ് ചെയ്യുന്നത്? കൊണ്ടോ കയറി കൊളുത്തിയോ? പണിയാവൂന്ന് മനസ്സിലായോ? അടുത്തൊരു കമന്റ്. ആദ്യമൊക്കെ ഇവരെ എനിക്ക് ഇഷ്ടമായിരുന്നു, പിന്നെ വെറുപ്പിച്ചു. ഭർത്താവ് മരിച്ച ഒത്തിരി സ്ത്രീകൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. കിച്ചു പറയുന്ന കാര്യങ്ങളും ഒന്ന് കേട്ടിട്ട് കിടന്ന് സപ്പോർട്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഐറ്റത്തിൻ്റെ അടി വന്ന കമന്റ്.
ആ മോൻ അനുഭവിച്ചത് അവന് മാത്രമേ അറിയൂ. സംസാരിക്കാൻ പോലും അതിനെ കൊണ്ട് പറ്റുന്നില്ല. ദ്രോഹിക്കാവുന്നതിൻ്റെ അപ്പുറം അവനെയും അവൻ്റെ അച്ഛനെയും ദ്രോഹിച്ചില്ലേ. ഒരു കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നവർ ഏറെയാണ്. അപ്പോൾ നിസ്സാര ഒരു വരുമാനം കൊണ്ട് ഭാര്യയെയും അവളുടെ മൊത്തം കുടുംബത്തെയും നോക്കാൻ അത് പാവം മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെട്ട് കാണും. അതല്ലേ ആലോചിച്ച് നോക്ക്. അതെല്ലാം ആലോചിച്ച് നോക്ക്. അതിനൊന്നും രേണു ചേച്ചിക്ക് സമയമില്ല ഒന്നും ആലോചിക്കാൻ. അതൊക്കെ പണ്ട് പുള്ളി മരിക്കുന്നതിന് മുമ്പ്. രേണുവിൻ്റെ അച്ഛനെയും അമ്മയും ചേച്ചിയെയും ചേച്ചിയുടെ ഭർത്താവിനെയും പിള്ളേരെയും എൻ്റെ പൊന്നെ, അയ്യോ സത്യം പറഞ്ഞാൽ ഒരു നിമിഷം വായിന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമുണ്ട്. ആ മനുഷ്യൻ പോയത് സത്യം പറഞ്ഞാൽ നന്നായി. ഇല്ലെങ്കിൽ അതിനെ വലിച്ചു കീറി കൊന്ന് ചോര കുടിച്ചേനെ ഈ ഐറ്റം എല്ലാം കൂടെ. ഒരു നിമിഷം എൻ്റെ മനസ്സിലത് വന്നായിരുന്നു. അത് അവരുടെ മൂത്ത മകൻ തന്നെ പറയുന്നു. മാക്സിമം അച്ഛനെ കടക്കാരനാക്കി എല്ലാത്തിനെയും നോക്കിയത് ആ പാവം അച്ഛനായിരുന്നു. കിച്ചു പറഞ്ഞു കഴിഞ്ഞ കാര്യം ഇത്. രേണുവിന് ഇതിനൊന്നും ഒന്നും മിണ്ടാനില്ല, ഒരക്ഷരം. രേണു ഇപ്പോഴും മറ്റേ 5 സ്റ്റാർ ഹോട്ടലിലെ കേസ് പിടിച്ചോണ്ടിരിക്കുക. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അത് മാത്രമേ ഉള്ളൂ. പിന്നെ നേരത്തെ കണ്ടവരുണ്ടല്ലോ, എന്തൊക്കെയാണോ പൈസ കൊടുത്തില്ല അത് ഇത് കമന്റ് ബോക്സിൽ വന്ന കുറെ സാധനങ്ങൾ എടുത്തു വെച്ചോണ്ടായിരിക്കുന്നത്. കമന്റ് ബോക്സിൽ ആരൊക്കെയോ പറഞ്ഞു രേണു തിരിഞ്ഞു നോക്കിയിട്ടില്ല കിച്ചുവിനെ, ഉടനെ അതും പൊക്കി എടുത്തോണ്ട് വന്നു. എന്നാൽ അതിനു മുമ്പ് കിച്ചു പറഞ്ഞ കാര്യങ്ങൾ അതിനെന്താ പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കാത്തത് എന്ന് നിങ്ങൾ തന്നെ, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ രേണുവിനോടൊന്ന് ചോദിക്കും. അതിനെപ്പറ്റി ആർക്കും മുണ്ടണ്ട, അല്ലയോ? ജനങ്ങളൊക്കെ മണ്ടന്മാര്, നമ്മളും ജനങ്ങളും ഒക്കെ മണ്ടന്മാര്, നിങ്ങളൊക്കെ വലിയ വലിയ പുള്ളികൾ. പ്രിയപ്പെട്ടവരെ, ഇച്ചിരിയെങ്കിലും ബുദ്ധി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മണ്ടന്മാരൊന്നുമല്ല എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നവർ. അതുകൊണ്ട് തന്നെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർ.